എത്രയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരല്പസമയം നമുക്ക് വചനത്തിൽ നിന്ന് ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ വലിയ നോമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി അനുതാപത്തോടും എളിമയോടും ഒക്കെ കൂടെ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ ഒക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ തന്നെ എളിമയുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ വലിയ നോമ്പിൻ്റെ നാളുകളിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാം, കുറച്ചുകൂടെ എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. അതാണ് ഈ അല്പസമയം നമ്മൾ ചിന്തിക്കുക. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ഒരു അരമണിക്കൂർ സമയമല്ലേ? അരമണിക്കൂർ 25 മിനിറ്റ്. ഓക്കെ, 25 മിനിറ്റ് സമയമാണ്. അപ്പോൾ ഒരു ചെറിയൊരു മെസ്സേജ് തരാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ 34-ാം സങ്കീർത്തനമാണ് അല്ലേ റീനുമോളോട് വായിച്ചത്? 34-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. 12-ാമത്തെ തിരുവചനം, 34-ാം സങ്കീർത്തനത്തെ 12-ാമത്തെ തിരുവചനം അതിപ്രകാരമാണ്. വായിച്ചറിയുന്നത് എന്തോ ജീവിതം ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് സന്തോഷവും സമാധാനപൂർവമായ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിലേറ്റവും തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉള്ള ഒരു ചെറിയ അവയവത്തെ കുറിച്ചാണ് പറയുക. എന്താണത്? നമ്മുടെ നാവിനെ ഒന്ന് തൊട്ട് നമ്മൾ 20 മിനിറ്റ് 25 മിനിറ്റ് നമ്മൾ സംസാരിക്കുകയാണ്. കേവലം നമ്മൾ ഈ ദിവസങ്ങളിൽ മദ്യം, അതുപോലെ മാംസം, മത്സ്യം, ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ അതിൻ്റെ കാര്യം? എന്താണ്? എന്തിനാണ് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്? എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്? കുറച്ചുകൂടി എളുപ്പപ്പെട്ട് ആത്മസമ്മേളനം പാലിച്ച് നമുക്ക് വിശുദ്ധിയിൽ വളരാം. ആത്മസമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ അനുദിനം ഇങ്ങനെ കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കൊരു പക്ഷേ ആ വിശുദ്ധിയുടെ മേഖലയിൽ ക്രമീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക്, വിശുദ്ധിയുടെ ജീവിതം നയിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അത്രയും ഇവിടെ നിൽക്കട്ടെ, പിന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തുകൊണ്ടാണ് ആദി മാതാപിതാക്കൾക്ക് പറുദീസ അഥവാ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കിയത്? എന്തുകൊണ്ടാണ്? അനുസരണക്കേട് എന്ന് പറയുമ്പോൾ കൽപ്പന ലംഘിച്ചു. അതാണ് അതിന് റൈറ്റ് ആൻസർ പറയുന്നവർക്ക് ഈ ബൈബിള് സമ്മാനമായി നൽകും. സമ്പൂർണ്ണകളാണ്, POCയുടെ സമ്പൂർണ്ണകളാണ്. നമ്മുടെ ധ്യാന ഗുരുക്കന്മാരൊക്കെ ഇപ്പോൾ അതാണ് ഇപ്പോൾ സഭയിൽ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കാരണം എളുപ്പമാണ്, വാക്കുകൾ അർത്ഥങ്ങളൊക്കെ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ആദി മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടമായത്? വിലക്കപ്പെട്ട കാലം കഴിച്ചു. എന്തോ അവിടെ അനുദപിക്കാതുണ്ടെന്ന് പറഞ്ഞു. എന്ന സഹോദരിമാര് പാപം ചെയ്തു. അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷമുണ്ട്. ഓക്കെ. പിന്നെ ചേച്ചി എന്ന് പറയുന്നില്ലേ? ചേച്ചി എന്തോ തിന്നു, പുറത്താക്കി. പാപം ചെയ്തു, അവരെ പുറത്താക്കി ഇല്ലേ? ലഭിക്കുന്ന ദിവസം നമ്മൾ ആകെ 20 മിനിറ്റ് സമയമുള്ളൂ. അത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. എന്നാൽ പാപം ചെയ്തത് കൊണ്ടല്ല അവരെ ഏദനിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെ പാപം ചെയ്തതുകൊണ്ട് ദൈവം പുറത്താക്കാൻ നോക്കിയായിരുന്നില്ല ഭൂമിയിൽ മനുഷ്യനുണ്ടോ? ഉണ്ടോ? ഇല്ല.
മനുഷ്യനിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തില് മനുഷ്യന്റെ അധംപതനത്തിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. അല്ലേ? അവര് കൽപ്പന ലംഘിച്ചു, പാപം ചെയ്തു, ശരിയാണ്. ദൈവമായ കർത്താവ് സായാഹ്നമായപ്പോൾ ഏദൻ തോട്ടത്തിൽ അവരുടെ അടുത്ത് വന്നു. സാന്നിധ്യം, ദൈവസാന്നിധ്യം വന്നു. ദൈവസാന്നിധ്യം വന്നിട്ട് ഒരൊറ്റ വിളിയാണ്, ആദം നീ എവിടെയാണ്? ദൈവത്തിന്റെ സ്വരം ശ്രമിച്ചു, ഭയന്ന് മരത്തിന്റെ മറയിൽ ഒളിച്ചു. അങ്ങയുടെ സ്വരം ഞാൻ ശ്രമിച്ചു, സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, പക്ഷേ എനിക്ക് പേടിയാണ്, അങ്ങയെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്നാ ചോദിക്കുന്നത്? ഞാൻ നിന്നോട് കൽപ്പിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞത്, ഞാൻ കൽപ്പിച്ച് തിന്നരുതെന്ന് പറഞ്ഞ ആ പഴം തിന്നോ? ആ പഴം എന്തുമാകും? കൽപ്പനയുടെ ലംഘനം നടത്തുന്ന ഏത് പ്രവൃത്തിയും ആ പഴമാകാം നമ്മുടെ ജീവിതത്തില്. ആ പഴം നീ തിന്നോ? പെട്ടെന്ന് ആദം എന്താ പറയുന്നത്? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ ആ പഴം എനിക്ക് തന്നു, ആ പഴം തന്നു, ഞാനത് തിന്നു. ഇവിടെ ആരാ കുറ്റക്കാരൻ? ആരാ കുറ്റക്കാരൻ? ആരവിടെ കുറ്റക്കാരൻ? അല്ല, ആരും ദൈവത്തെ ചൂണ്ടിപ്പറ, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആരവിടെ കുറ്റക്കാരൻ? അതുകൊണ്ട് ഞാൻ പാപം ചെയ്തത് കൊണ്ടല്ല ആദ്യ മാതാപിതാക്കൾ ഏതെങ്കിലും പുറത്തായത്. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഉടനെ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ചെയ്തത്? അവൾ എന്താ പറഞ്ഞേ? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നു. കണ്ടോ? അപ്പോഴും അതിന്റെ ഒരു ആൻസറിലേക്ക് ബിജു വന്നായിരുന്നു, അല്ലേ? ബിജു വന്നായിരുന്നു അതിന്റെ ആൻസറിലേക്ക്. അപ്പോഴും ചെയ്ത തെറ്റ് സമ്മതിച്ചിട്ടില്ല, അതിനെ പ്രതി അനുദപിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് നഷ്ടമാകുന്നുവെങ്കിൽ പാപബോധവും പശ്ചാത്താപവും നമ്മിൽ അതിന്റെ പൂർണ്ണതയിൽ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല, തിരിച്ചു വരുന്നില്ല. ഇതാണ് ദൈവ സാന്നിധ്യം അഥവാ സ്വർഗരാജ്യം നമുക്ക് നഷ്ടപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മിൽ തന്നെയാണ് എന്ത് ദൈവരാജ്യം. ഇല്ലേ? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ യഥാർത്ഥ അനുതാപം, യഥാർത്ഥ പശ്ചാത്താപം. ഈ നോമ്പിന്റെ നാളുകളിൽ വേണ്ട നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അനുദപിച്ച് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോ ഈ സ്വർഗരാജ്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ കടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ അശുദ്ധരാകുന്നു, സ്വർഗരാജ്യം നഷ്ടമാകുന്നു എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ശരി തന്നെയാണ്. ഇനി നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം നമ്മളെ അശുദ്ധമാക്കുന്ന, ദൈവരാജ്യത്തിൽ നമ്മളെ അകറ്റുന്ന, ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയൊരു അവയവം എന്താണ്? നമ്മുടെ നാവാണ്. അപ്പൊ ഇറച്ചിയും മീനും മദ്യവും മുട്ടയും ഒക്കെ ഉപേക്ഷിച്ചു നല്ലത് തന്നെ. അതിനു മുമ്പ് നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിക്കുന്നവൻ തന്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നു. യാക്കോബ് ശ്രീയുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുക, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. കഴിയോ നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയോ? ഇന്നത്തെ ദിവസം എടുത്തേ. ഇന്ന് നമ്മൾ എണീറ്റു, അല്ലേ? ബലിയർപ്പിക്കാൻ ചിലരൊക്കെ പോയിട്ടുണ്ട്. ബലിയർപ്പിച്ച് കടന്നു വന്നവരുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ചവരുണ്ട്.
ഈ സമയം വരെ എത്ര പ്രാവശ്യം നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ എന്നെ വിധിച്ചിട്ടുണ്ട്. യേശു കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് വിധിയെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. 7:1 വയസ്സ് വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും. അപ്പൊ വിധി എവിടെന്നാ വരുന്നത്? ദൈവമാണോ വിധിക്കുന്നത്? ഞാൻ എനിക്ക് തന്നെ എന്റെ സമൂഹം ഞാൻ തോന്നിക്കൊണ്ടിരിക്കുക. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. എന്നിട്ട് എന്താ പറയുന്നത്? വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. പൗലോസിലെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്ന വചനം. റോമാക്കാർക്ക് എഴുതപ്പെടും അല്ലേ? അപ്പോസ്തലൻ പറയുന്നത് 2-ാം അധ്യായം, റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവരെ വിധിക്കുമ്പോൾ നിനക്ക് ഒരു ന്യായീകരണവുമില്ല. കാരണം വിധിക്കുന്ന നീയും അതേ തെറ്റ് ചെയ്യുന്നു, അതേ തെറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മകളെ, അതുകൊണ്ട് നമുക്ക് വലിയ ടോക്കിനുള്ള സമയമൊന്നുമില്ല. ഒരൊറ്റ കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കുക. ഇനിയുള്ള ദിവസങ്ങൾ, ഇത്രയും ദിവസം പോയി പോട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ നാളെ മുതൽ ഞാൻ ആരെയും വിധിക്കുന്നില്ല, അന്യായമായിട്ടും അല്ലാതെയും. ഒരുപക്ഷെ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം. വിധിക്കരുത്, വിധിക്കരുത്. വിധിക്കുന്നവൻ ദൈവമാണ്. ആ ജോലി നമ്മൾ ഏറ്റെടുക്കരുത്. അങ്ങനെ വന്നാൽ അത് അഹങ്കാരത്തിന്റെ ഒരു മനുഷ്യനായി ഞാൻ മാറും. കർത്താവ് വിധിക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ രോഗിച്ചവനാകാം, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഭാരപ്പെടുന്നവനാകാം, എന്തുമാകട്ടെ ആരുമാകട്ടെ, വിധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. അതാണ് 34-ാം സങ്കീർത്തനം 12-13 തിരുവചനങ്ങളില് നമ്മൾ കണ്ടതാണ്. സന്തുഷ്ടമായ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? സമാധാനപൂർണമായ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ നാവിനെ നിയന്ത്രിക്കണം. ദീർഘായുസ് നീ അഭിലഷിക്കുന്നുണ്ടോ? നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു മാറ്റമാണ്. നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ പിന്നിൽ വരുന്ന മുറിപ്പെടുത്തുന്ന വാളിന് വധിക്കപ്പെട്ടവരെക്കാൾ നാവുകൊണ്ട് വധിക്കപ്പെട്ടവർ ഏറെയാണ് എന്നാ പറയുക. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. വിധിക്കാതിരിക്കാൻ ഒരു കുറുക്കു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധ അമ്മ മാതാവ്, ദൈവമാതാവ് ദൈവത്തിന്റെ വചനമെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചതുപോലെ ഓരോ ദിവസവും ഒരു വചനം ഹൃദയത്തിൽ സംഭവിക്കുക, ഒരു വചനം പഠിക്കുക. ഒരു 10 വചനം വൈകാട്ടായിട്ട് പറയാൻ പറ്റുന്നത് കയ്യിൽ 10 വചനം കൈതാത്തിൽ പൊക്കിയിരിക്കുന്നവരൊക്കെ ഈ വേളാങ്കണ്ണി പ്രയോജനപ്പെടുന്നവരാണ് ആരും പൊക്കിയിട്ടില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രശ്നം. വചനം നമ്മുടെ ഉള്ളിലില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു, വെടിപ്പുള്ളവരായിരിക്കുന്നു അല്ലേ? യോഹന്നാൻ 15:3. അപ്പൊ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, വചനം നമ്മളെ സുഖപ്പെടുത്തുന്നു, വചനം നമ്മളെ ബന്ധനങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നു. നോക്കിക്കോളും, വചനം എന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് വെട്ടി വീഴ്ത്താൻ പറ്റും. ആദ്യമാതാപിതാക്കൾ പറ്റിയതാ, തമ്പുരാൻ കൊടുത്തൊരു വചനം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വിട്ടുപോയി. നീ ഇത് ഭരിക്കരുത്, തിന്നരുത് എന്ന് പറഞ്ഞ വചനം, അതൊക്കെ വിട്ടുപോയി, അതിൽ നിന്നൊക്കെ വിട്ടുപോയി. അതുകൊണ്ടാണ് പ്രലോഭനം വന്നപ്പോൾ പെട്ടെന്ന് വീണുപോയത്. അതുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഒരു വചനം നിങ്ങൾ കൈമാറ്റാക്കണം. ആ വചനത്തിന്റെ അഭിഷേകം നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗഖ്യം വന്നോളും, സമാധാനം വന്നോളും, ശാന്തി വന്നോളും. എത്രയോ മക്കളാണ് ഈ കഴിഞ്ഞ ആഴ്ചയില് എന്റെ വീടിനടുത്ത് ഒരു സഹോദരി എൽസി എന്ന പേര്, മജ്ജയില് ക്യാൻസർ, വലിയ വിഷമമായി പ്രയാസം. ഭർത്താവ് ക്യാൻസർ ഒന്ന് മരിച്ചതാണ്.
ഈ മകള് വളരെ വേദനിച്ചു. വിളിച്ചു പറഞ്ഞു, ഞങ്ങള് ജസ്റ്റ് പോയി ഈ വചനം കൊടുത്ത് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോ പ്രാർത്ഥിച്ചാലും വചനം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം. ലൂക്കാ 19 അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിയിരുന്നു. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി, കർത്താവിലേക്ക് സൂക്ഷിച്ചു വിശ്വാസത്തോട് നോക്കും. ശക്തി പുറപ്പെടും. അത് സെലക്ട് ചെയ്തതാണ്. ഒരു 50 പിക്ചർ ഞാൻ സെലക്ട് ചെയ്തതിൽ എന്നെ സ്പർശിച്ച ഒരു പിക്ചറാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഈ വചനം അപ്ലൈ ചെയ്തു. മത്തായി 8:16 വചനങ്ങൾ കൊണ്ട് സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇതേ സമയം അപ്പൊ സായാഹ്നമല്ലേ, ഇതേ സമയമാണ്. അനേകം പിശാചുബാധിതരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനത്താൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനം 20-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. 24 അവന്റെ അടിപ്പിണരുകളാൽ തിരുമുറിവിനാൽ. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി മാറും, അഭിഷേകമായി മാറും. ഇനി ശാരീരികമായിട്ട് എനിക്ക് രോഗമൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ശാരീരിക സൗഖ്യം വേണ്ടെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, നമുക്ക് ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്. നീ മറ്റൊരുവനെ വിധിക്കുന്ന വ്യക്തിയാണ്, മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കുന്ന വ്യക്തിയാണ്. നിനക്ക് ഒരു ആന്തരിക സൗഖ്യം ആവശ്യമുണ്ട്. മുറിവുണ്ട്, ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്. പ്രാർത്ഥിക്കണം വചനം വെച്ച്, കർത്താവേ എന്റെ ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഈ വചനം വെച്ച് ഈ എൽസി എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ കടന്നുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളില്ലാതെ കർത്താവിന്റെ നാമത്തിന് ലോകത്തെ കൊടുക്കുക. ഇന്നൊരു 15 മിനിറ്റ് സമയം രാവിലെ വിളിച്ച് കരയുകയാണ്, കരഞ്ഞു പറയുകയാണ്. നമ്മുടെ വേളാങ്കണ്ണി യാത്രയിലൊക്കെ വന്നിട്ടുള്ള മകളാണ്. ഉണ്ടായ വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അത്ഭുതകരമായ കർത്താവിന്റെ ഇടപെടൽ. അടുത്ത 8-ാം തീയതി വേളാങ്കണ്ണി പ്രേതത്തിന്റെ കൂട്ടായ്മ നടക്കുമ്പോൾ മകൾ വന്ന് സാക്ഷ്യം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇതൊരു വ്യക്തിയുടെ കഴിവല്ല. ഞാനെന്ന വ്യക്തിയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയും കഴിവല്ല. ദൈവ വചനത്തിന്റെ അഭിഷേക ശക്തിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:33. ജീവൻ തുടിക്കുന്ന കർത്താവിന്റെ വചനം. ലോകത്തില് മറ്റൊരു മതഗ്രന്ഥങ്ങൾക്കും നൽകാൻ പറ്റാത്ത അഭിഷേകത്തിന്റെ ജീവനുള്ള വചനമാണ് ഇതിന്റെ അകത്തുള്ളത്. ഇത് ഭക്ഷിച്ചാൽ, ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതം മാറും, ജീവിതം മാറും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ നോമ്പ് കാലം വചനത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീ ഉയരണം. അതിൽ വചനം നീ സംഗ്രഹിക്കണം, വചനം ഭക്ഷിക്കണം. ചെറിയ വചനമുണ്ടല്ലോ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ ഉരുവിട്ടാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ, കർത്താവിന്റെ നാവ് പോലെ നിന്റെ നാവാകും. ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലേ? 12:14 നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നിത്യത നമുക്ക് അവകാശമാക്കണമെങ്കിൽ, സ്വർഗം നമുക്ക് പുൽകണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. ആ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് വചനത്താൽ അഭിഷേകം പ്രാപിക്കുക. അല്ലേ? വചനത്തിന്റെ ശക്തി. റോമ 16:20.
അന്ധകാര ശക്തികളെയും പൈശാചിക ശക്തികളെയും ദൈവം നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തുകളെയാണ് പറയുന്നത്. അയ്യോ, മനുഷ്യൻ ബലഹീനനാണ്, വീട് പോവുകയാണ്, കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന്. എപ്പോഴാണ് നീ വചനാഭിഷേകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഹൃദയത്തിൽ ഈ വചനത്തിന്റെ ഒരഗ്നി കത്തി നിൽക്കുന്നുവെങ്കിൽ ഒരു പിശാചും നമ്മളെ തൊട്ടുകയില്ല. നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. സങ്കീർത്തനം 91:10 എന്താ പറയുന്നത്? ഒരു തിന്മയും നിനക്ക് ഭവിക്കില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുക പോലുമില്ല. നിന്റെ ഉള്ളിൽ ഈ അഭിഷേകത്തിന്റെ വചനമുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനമുണ്ടെങ്കിൽ, ഒരൊറ്റ വചനം പറഞ്ഞ് അവസാനിപ്പിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 16:20 അത് ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിന്റെ വചനം, അവർ പ്രസംഗിച്ച വചനം, അത് സത്യമാണെന്ന് സ്ഥിരീകരിക്കാൻ കർത്താവ് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ അഭിഷേക ശക്തിയാണ് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വാരി വിതറുക. ഒരു വ്യക്തിയുടെ അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം അതാണ്. പ്രഘോഷിക്കപ്പെടുന്ന വചനം മാറ്റമില്ലാത്ത വചനമാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അല്ലേ? ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, വെട്ടി മുറിച്ചു മാറ്റുന്ന വചനം. Hebrews 4:12 നമ്മൾ കാണും. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് ഒരു കുഞ്ഞു രാജ്യം ഇസ്രായേലിനെ ലോകം മുഴുവനും ഭയക്കുന്നത്? അല്ലേ? ഇപ്പൊ അമേരിക്ക ഇസ്രായേലും കൂടി അടിച്ചുകൊണ്ടിരിക്കുക അല്ലേ? മിഡിൽ ഈസ്റ്റിൽ ഇറാനെ അടിക്കുന്നു അല്ലേ? ഇറാൻ ഗൾഫ് കൺട്രീസിലൊക്കെ അടിക്കുന്നു. വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് പേടിയില്ല. കാരണം എന്താണ്? യഹോവയായ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം, അതിലവര് മുറുകെ പിടിച്ചിരിക്കുക, വിശ്വസിച്ചിരിക്കുക. പൂർവ്വതായ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം, അത് അവരുടെ ചങ്കിനകത്തേക്ക് കുത്തി നിറച്ചിട്ടാണ് ഈ വിരലിലെണ്ണാവുന്ന സൈനികര് ഇറങ്ങി പുറപ്പെടുന്നത്. വിജയം അവരുടെ കൂടെ, ദൈവ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മുതൽ നിങ്ങൾ തിരുവചനം വായിക്കുന്നുണ്ടാകാം, പക്ഷെ അത് ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കും. പരിശുദ്ധ അമ്മയെ പോലെ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവവചനം പഠിക്കാൻ, ആ വചനത്തിന്റെ അഭിഷേകത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ക്രമീകരിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ സമാധാനവും ശാന്തിയും സൗഖ്യവും പ്രാർത്ഥനയും സ്നേഹവും വിടുതലും അധ്വാനവും എല്ലാം ഒത്തൊരുമിച്ച് നസറത്തിലെ ആ കൊച്ചു തിരുക്കുടുംബം പോലെ നമ്മുടെ തിരുക്കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്.